ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലിനെക്കുറിച്ച് കേൾക്കാത്തവർ കുറവായിരിക്കും. എന്നാൽ ആ നോവലിനെ കോപ്പിയടിച്ചിറക്കിയ സിനിമയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1897 ഡ്രാക്കുള പബ്ലിഷ് ചെയ്ത ശേഷം 1912 ബ്രാം സ്റ്റോക്കർ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ഫ്ലോറൻസ് നോവൽ വിറ്റുകിട്ടുന്ന കാശുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. അങ്ങനെ പോകവെയാണ് 1922 ഇറങ്ങിയ നോസ്ഫെററ്റ് എന്ന സിനിമ ഫ്ലോറൻസ് ശ്രദ്ധിക്കുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ നോവലുമായി വളരെയധികം സാദൃശ്യമുള്ള ആ സിനിമയുടെ കോപ്പിറൈറ്റ് പേയ്മെൻറ്റ് ഫ്ലോറൻസ് ആവശ്യപ്പെട്ടു. എന്നാൽ സിനിമാ നിർമ്മാതാക്കൾ അത് നിരസിച്ചു. അതോടെ ഫ്ലോറൻസ് കോടതിയിലേക്ക് പോയി. കോടതിയിൽ നിർമ്മാതാക്കൾ സിനിമയുടെയും നോവലിൻ്റെയും വ്യത്യാസങ്ങളെക്കുറിച്ച് വാദിച്ചു. സിനിമയിൽ ഡ്രാക്കുള പ്രഭു എന്നതിനു പകരം ഒർലോക്ക് പ്രഭു എന്നായിരുന്നു പേര് നൽകിയിരുന്നത്. ഡ്രാക്കുള പ്രഭുവിന് സൂര്യപ്രകാശമേറ്റാൽ ശക്തി കുറയുമെങ്കിൽ ഒർലോക്ക് പ്രഭു സൂര്യപ്രകാശമേറ്റാൽ നശിച്ചു പോകും. ഡ്രാക്കുള പ്രഭുവിന് വവ്വാലിൻ്റെ സാദൃശ്യമാണുള്ളത്, ഒർലോക്ക് പ്രഭുവിനാകട്ടെ എലിയുടെയും എന്നിങ്ങനെ പലതരം വാദങ്ങൾ. അതൊരു കോപ്പിയടിയാണെന്ന് മനസ്സിലായ കോടതി ഈ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. നോസ്ഫെററ്റിൻ്റെ എല്ലാ പ്രിൻ്റുകളും നശിപ്പിക്കണമെന്ന് വിധിച്ചു. നോസ്ഫെററ്റിൻ്റെ ഏറെക്കുറെ എല്ലാ പ്രിൻ്റുകളും നശിപ്പിച്ചുവെങ്കിലും ഒരുപാട് വിതരണം നടന്ന പ്രിൻ്റുകളിൽ ചിലത് നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. കോപ്പിയടി വിഷയത്തിൽ ആയെങ്കിലും ആദ്യകാല ഹൊറർ സിനിമകളിൽ ഒന്നായ നോസ്ഫെററ്റു ഇപ്പോൾ ഒരു കൾട്ട് ക്ലാസിക്കാണ്.